ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സന്ദർശനത്തിന് ഓൺലൈൻ പെർമിറ്റ് നടപ്പാക്കിയിരിക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ. പുതിയ ഉത്തരവ് പ്രകാരം സന്ദർശനം നടത്താൻ ദ്വീപിൽ നിന്നുള്ള സ്പോൺസറും ആവശ്യമില്ല. 1967 മുതലുള്ള വ്യവസ്ഥയാണ് എടുത്തു കളഞ്ഞത്. മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. മുജീബ്, അപ്പോൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് വേണ്ടി നേരത്തെ തന്നെ അവിടെ ഒരു സ്പോൺസറെ കണ്ടെത്തണം, അവിടെ ക്ലിയറൻസ് ആവശ്യമായിരുന്നത് നേരത്തെ മുതൽ പിന്തുടർന്ന് വന്നിരുന്ന ഒരു നിയമവ്യവസ്ഥയായിരുന്നു. നിലവിൽ അത് എടുത്തു കളയുന്നതിന്റെ പിന്നിലെ നീക്കം എന്താണ് സംഭവിച്ചത്? ജെൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ്. അഗത്തിയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം. നമുക്കറിയാം, ലക്ഷദ്വീപ് സന്ദർശിക്കുക എന്നത് രാജ്യത്ത് മറ്റേതൊരു സ്ഥലവും സന്ദർശിക്കുന്നതിനേക്കാൾ അല്പം കൂടി സങ്കീർണമായ വ്യവസ്ഥകളാണ് അതിനുണ്ടായിരുന്നത്. നേരത്തെ ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള സന്ദർശനത്തിനായി ഒരു എൻട്രി പെർമിറ്റ് ആവശ്യമുണ്ട്. ആ എൻട്രി പെർമിറ്റ് ലഭിക്കണമെങ്കിൽ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ലക്ഷദ്വീപിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം പോലീസ് മേധാവിയിൽ നിന്ന് ഉള്ള ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC നിർബന്ധമായിരുന്നു. ഇന്നലെ മുതൽ നേരത്തെ ബ്രിട്ടീഷ് കാലം മുതൽ തുടങ്ങുകയും പിന്നീട് 1967 ഒരു നിയമപ്രകാരം ലാക്ഡീവ്സ്, മിനിക്കോയ് ആൻഡ് അമിൻഡീവി ഐലൻഡുകളുടെ റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള റെസിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമം നിലവിലുണ്ടായിരുന്നു. പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് പോലീസ് ക്ലിയറൻസ് ആവശ്യമുണ്ട് എന്നുള്ള നിയമം, ആ നിയമം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇന്നലെ മുതൽ ദ്വീപിലേക്ക് വരുന്ന ആളുകൾക്ക് ഇനി നാട്ടിൽ പോലീസ് ക്ലിയറൻസിന് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. ഇതോടുകൂടി ദ്വീപിലേക്ക് വരാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. അതേസമയം ലക്ഷദ്വീപിലേക്ക് ഉള്ള എൻട്രി പെർമിറ്റ് സംവിധാനം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ആ എൻട്രി പെർമിറ്റ് സംവിധാനം തികച്ചും ഓൺലൈനായി UT.ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായി തന്നെ ഏതൊരാൾക്കും ഈ എൻട്രി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനാവും. അവരുടെ ID പ്രൂഫ്, ആധാർ കോപ്പിയോ അല്ലെങ്കിൽ അതോടൊപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള ID പ്രൂഫ്, അതോടൊപ്പം ഒരു ഫോട്ടോ കോപ്പി കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള ഗുണകരമാകുന്ന തീരുമാനങ്ങളാണ് എന്നുകൂടെ മനസ്സിലാക്കണ്ടേ? തീർച്ചയായും നിലവിൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് ഈ ടൂറിസം സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ദ്വീപിലേക്ക് എത്താൻ കുറെ കൂടി സങ്കീർണതകൾ ഒഴിവായി എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയായി വേണം ഇതിനെ കാണാൻ. ഇതിന് ഔദ്യോഗികമായ ഒരു ഉത്തരവ് എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ പെർമിറ്റ് എന്ന് വെബ് പോർട്ടലിലാണ് ഇപ്പോൾ ഇത് സംബന്ധമായിട്ട് ഇനി മുതൽ PCC ആവശ്യമില്ല എന്നുള്ള ഒരു വ്യവസ്ഥ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലക്ഷദ്വീപിൽ ഒരു സന്ദർശകൻ പുറമേ നിന്നുള്ള ഒരാൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ലക്ഷദ്വീപിലുള്ള ഒരാളുടെ സ്പോൺസർഷിപ്പ് ഇതുവരെ ആവശ്യമായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ സ്പോൺസർഷിപ്പ് കൂടി ആവശ്യമില്ല. ദ്വീപിൽ നിന്നുള്ള ഒരാളുടെയും സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ നേരിട്ട് പോലീസ് ക്ലിയറൻസ് പോലും ആവശ്യമില്ലാതെ ഓൺലൈൻ വഴി ഒരു പെർമിറ്റ് തരപ്പെടുത്തി ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. കുറച്ചു മുമ്പ് തന്നെ ഈ സ്പോൺസർഷിപ്പ് സംവിധാനം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഹോം ഗാർഡുകളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ ഹോം ഗാർഡുകളുടെ അവരെ പിരിച്ചുവിടുന്ന ഒരു നടപടി കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ലക്ഷദ്വീപിൽ നേരത്തെ തുടർന്നു വരുന്ന ഒട്ടേറെ വ്യവസ്ഥകളും നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളുടെ തുടർച്ച തന്നെയാണ്. പക്ഷേ ഒറ്റനോട്ടത്തിൽ ഇത് ഇവിടെയുള്ള ടൂറിസം സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ടൂറിസ്റ്റ് ആയി ദ്വീപിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഏറെ ഗുണകരമായ ഒരു നിലപാടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിലാണ് ഇത് സംബന്ധമായ വിവരങ്ങൾ വരുന്നത്. 1967 മുതൽ തുടർന്നു വരുന്ന ആ ഒരു വ്യവസ്ഥയ്ക്ക് ഒരു ലഘൂകരണമാണ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയേണ്ടത്. മാത്രമല്ല, ഇവിടെയുള്ള ഈ ടൂറിസം ഉപജീവന മാർഗമാക്കിയ നിരവധി ആളുകളുണ്ട്. ഇതിന്റെ ലക്ഷദ്വീപിലെ ടൂറിസ്റ്റുകളുടെ സ്പോൺസർമാരായും മറ്റുമൊക്കെ ധാരാളം ആളുകൾ കഴിഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതാണ്. ടൂറിസത്തിന് ഉതകുന്ന ഒരു തീരുമാനം എന്നതിനുപരി ഇതിനെ ആശ്രയിച്ച് അവിടെ സ്പോൺസർഷിപ്പിലൂടെയൊക്കെ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൂടെ ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു തീരുമാനം കൂടിയാണ്. അപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ എന്താണ് അതിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്.